അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വെച്ച് എത്തിക്കൽ എങ്ങനെയാണെന്നുള്ള വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനത് ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുന്ന സമയത്ത് ലേശം നെയ്യ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ വലിയ ഉള്ളി അരിഞ്ഞിട്ട് അത് ഇട്ട് കൊടുക്കുക, ക്യാരറ്റ് ഇട്ട് കൊടുക്കുക, കറിവേപ്പില ഇട്ട് കൊടുക്കണം. അതേപോലെ നെയ്ച്ചോറും കൈതണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക കേട്ടോ. അത് ഒരു 2 ഇല ഞാൻ അരിഞ്ഞ് കൊണ്ടിട്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്നങ്ങാണ്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അത് നല്ലൊന്ന് വെന്ത് കിട്ടണം. വെന്ത് കിട്ടിയതിന് ശേഷമാണ് നമുക്ക് ലേശം വെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ. സാധാ നോർമൽ വാട്ടറാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. നമ്മൾ എത്രയാണോ അരി എടുക്കുന്നത് ആ അരിക്കനുസരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഞാനിതാ വാട്ടർ ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ലേശം മല്ലിയില വേണം, അതേപോലെ ഉപ്പ് വേണം, ഗരം മസാലപ്പൊടി വേണം കേട്ടോ. എല്ലാം കൂടി പൊടിച്ചിട്ടുള്ള ഗരം മസാലപ്പൊടിയാണ് കേട്ടോ അത്. അപ്പോൾ പാകത്തിന് ഉപ്പും ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിതാ ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. അതേപോലെ അതിൽ ഗരം മസാല, ഏലക്കായ ഉണ്ട്, കറാമ്പൂവുണ്ട്, പട്ട ഉണ്ട് കേട്ടോ. അത് 3ഉം കൂടി പൊടിച്ച് വെച്ചിട്ടുള്ളതാണ് അത് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം. ഉപ്പ് കുറവാണ് തോന്നിയാൽ ഒന്നും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ പുതിനേൻ്റെ ഇല, ചപ്പും പുതിന ഒന്നും ഇപ്പം തന്നെ ഇട്ട് കൊടുക്കണില്ല. അത് ചോറ് ഏകദേശം വെന്തതിൻ്റെ ശേഷമാണ് ഇട്ട് കൊടുക്കൽ കേട്ടോ. ഇനി ഇതിലേക്ക് ഇതാ ഞാനൊരു കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അത് നല്ലോണം കഴുകിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ എന്നിട്ട് നല്ലോണം ഒന്നാണ്ട് മൂടിയിട്ട് കത്തിച്ച് കൊടുക്കുക. നല്ല തിളക്കണം കേട്ടോ. തിളച്ചതിന് ശേഷമാണ് അരി ഇട്ട് കൊടുക്കൽ കേട്ടോ. ഇനി നല്ല ഒന്നാണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നാണ്ട് മൂടിയിട്ട് കൊടുക്കുക കേട്ടോ. ഞാനിതിൻ്റെ മൂടി പൊട്ടിയിരിക്കണത്, അതാണ് ഞാൻ മൂടി മാറ്റിയിരിക്കണത് കേട്ടോ. അപ്പോൾ സാധാ ഒരു മൂടിയാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇത് ഒന്നാണ്ട് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് കറുവപ്പട്ടൻ്റെ ഇല ഉണ്ടല്ലോ, ലീഫ്, അത് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇതെല്ലാം വെന്തെന്ന് കണ്ടാൽ, ഏകദേശം വെന്താൽ എല്ലാ ഇലകളും മാറ്റി കൊടുക്കണം. ആ ഇലകളൊക്കെ അതിൽ കിടന്നിട്ട് വേറൊരു കളറ് വരും ചോറിന്. അപ്പോൾ അതിനാണ് ആ ഇലകളൊക്കെ മാറ്റി കൊടുക്കട്ടെ. അപ്പോൾ ഞാൻ എൻ്റെ ചോറിവിടെ റെഡി ആയിട്ടുണ്ട്. ഏകദേശം വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. അപ്പം ഞാനിതാ ചപ്പും പുതിന ഇല അതിലിട്ട് കൊടുക്കട്ടെ. നല്ല ഒന്നാണ്ട് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. അപ്പോൾ നമ്മുടെ വെച്ചെത്തിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ചായക്കൊക്കെ രാവിലെ ചായക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ കടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുട്ടികളെ സ്കൂൾക്കൊക്കെ പോണ സമയത്ത് ഉണ്ടാക്കാം.